ഫ്രണ്ടിൻ്റെ മാരേജിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാനുള്ളതിൻ്റെ ഒരുക്കത്തിനാണ് ഇത്രയും ഡെക്കറേഷന്. പിന്നെ ഒന്നും നോക്കിയില്ല, എപ്പോഴും ഒരേ മോഡൽ വേണ്ടല്ലോ. ഇങ്ങനെ എടുക്കുന്നത് കാണുമ്പോഴാണ് പിന്നെ ഇജുവിൻ്റെ വരവ്. പിന്നെ ബസ്സിൽ കയറി പിന്നെ ഒരേ പൊളി പറയണ്ടല്ലോ. അധികം ബസ്സിനാണ് പോവാറ്. റിട്ടേൺ സിസ്റ്ററോ അല്ലെങ്കിൽ കസിൻസ് ആരെങ്കിലും ഉണ്ടാവും അവിടുന്ന് ടൗണിൽ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. ആദ്യം പോയത് ഹോൾസെയിൽ ഷോപ്പിലേക്കാണ്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ ബൾക്കായിട്ടല്ലേ കിട്ടുള്ളൂ. ഒന്നിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അധികം എടുക്കുന്നൊരു സ്ഥലമുണ്ട് ചെറുകുട്ടി റോഡിൽ. അവിടെ നിന്നാണ് അധികവും മെറ്റീരിയൽസൊക്കെ എടുക്കാറ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാമി അപ്പിടൽ പരിപാടി നടത്തിയ ഷോപ്പിൽ നിന്ന്. ഞാനാണെങ്കിൽ കാലക്കേടിന് പാമ്പേഴ്സ് എടുക്കാനും വിട്ടു. പിന്നെ അവിടുന്ന് ഷോപ്പിൽ നിന്ന് മേടിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളെ കണ്ടു കേട്ടോ. പിന്നെ ചുരിദാറിന് കുറച്ച് ലേസ് കാര്യങ്ങളൊക്കെ വേണ്ടതുണ്ടായിരുന്നു. അപ്പം അതും അങ്ങനെ വാങ്ങി. അപ്പം കൈ നിറയെ കുറേ സാധനങ്ങളായി. അത് കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കാൻ വേണ്ടി കയറി. ഇട്ട് കഴിഞ്ഞപ്പോഴുള്ള ഫോട്ടോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. ഞാൻ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാറില്ല. പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നുമാസ് വ്ളോഗ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പം ടാറ്റ ബൈ ബൈ. ഓക്കേ.